ഹലോ ഗൈസ്, അപ്പോൾ നമ്മളന്ന് മിനിയേച്ചറായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അതിന് ദിവസം നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക ഗൈസ്. ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് തണ്ടുഭാഗം നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് അങ്ങനെ ഒന്ന് കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് ക്ലേ എടുത്തൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ പുറത്ത് കാണുമല്ലോ ഒരു ഗ്രീൻ കളർ പോലെ, അതിനകത്ത് തന്നെയുള്ള തൊലി, യെസ്, അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ക്ലേ എടുക്കുക. കുറച്ച് ക്ലേ ഇട്ട് നന്നിട്ട് പറ്റി കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി സെറ്റ് ആവും. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ കളർ കൊടുക്കുക, പിങ്ക് കളർ കൊടുക്കുക ഗൈസ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഒന്ന് മെൻഷൻ ചെയ്യും. ഡ്രാഗൺ ഫ്രൂട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ എനിക്ക് പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ യെല്ലോയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, പിങ്കും സെറ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയിൽ ഒരു ഗ്രീൻ കളർ അറ്റത്തുണ്ടാവുമല്ലോ, അങ്ങനെ നമ്മൾ അടിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരു ഒറിജിനാലിറ്റി തോന്നിയോ ഇല്ലോ ഒന്നും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ ഗൈസ്.